ഹായ്, എല്ലാവർക്കും വന്ദനം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ്. 2 ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ് പ്രധാനമായിട്ടുള്ളത്. ടോണിക് ഫ്രണ്ട്ഷിപ്പും ടോക്സിക് ഫ്രണ്ട്ഷിപ്പും. ഈ 2 ഫ്രണ്ട്ഷിപ്പ് ഏതാണെന്ന് നോക്കാം. ടോക്സിക് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി കുറച്ച് കൂടുതൽ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഏതൊക്കെയാണ് ടോക്സിക് ഫ്രണ്ട്ഷിപ്പ്, എന്താണ് ടോണിക് ഫ്രണ്ട്ഷിപ്പ്, അതാദ്യം നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് ടോക്സിക് ഫ്രണ്ട്ഷിപ്പാണ്. 4 ഫ്രണ്ട്ഷിപ്പ് കാറ്റഗറിയാണ് ടോക്സിക് ഫ്രണ്ട്ഷിപ്പിനകത്തുള്ളത്. ഒന്നാമത്തേത് ഫ്രണ്ട്ഷിപ്പ് ഫോർ അവർ യൂസ്ഫുൾനെസ്. നമുക്ക് എന്ത് കിട്ടും, എങ്ങനെ കിട്ടും, ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയോ അല്ലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചുള്ള ഫ്രണ്ട്ഷിപ്പ് ഫോർ യൂസ്ഫുൾനെസ്. ഗെറ്റ് ആൻഡ് ഫോർഗെറ്റ്. കുറച്ച് കാലം നമ്മൾ അവരിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടിരിക്കും, പിന്നെ നമ്മൾ അവരെ അങ്ങ് മാറ്റിവിടും. ഒരു 6 മാസം, 1 വർഷം, 2 വർഷമൊക്കെ. അപ്പോൾ ഗെറ്റ് ആൻഡ് ഫോർഗെറ്റ്, യൂസ് ആൻഡ് ത്രോ ടെക്നിക്ക് എന്നൊക്കെ നമുക്ക് അതിനകത്ത് പറയാം. ഉപയോഗിക്കുക, വലിച്ചെറിയുക. ഇതാണ് ആദ്യത്തെ ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഞാൻ പറയാം. അത് ടോക്സിക് ഫ്രണ്ട്ഷിപ്പിൻ്റെ 2ാമത്തെ കാറ്റഗറിയാണ് ഫ്രണ്ട്ഷിപ്പ് ഫോർ പ്ലഷർ. ഒരു സുഖത്തിന് വേണ്ടി, ടൈം പാസിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. വലിയ കാര്യമുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല അത്. ഒരു സമയം പോക്കിന്, ഒരു നേരം പോക്കിന് ഒരു ഫ്രണ്ട്, ചുമ്മാ കാര്യങ്ങൾ പറഞ്ഞിരിക്കാനും പ്രത്യേകിച്ച് ഗുണമൊന്നും അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ടൈം പാസിന് വേണ്ടിയുള്ള ഒരു പ്ലഷർ സീക്കിംഗ് ഫ്രണ്ട്ഷിപ്പ് ഫോർ പ്ലഷർ. അതാണ് 2ാമത്തെ ടോക്സിക് കാറ്റഗറിയിൽ വരുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ കാറ്റഗറി ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഫോർ കൺവീനിയൻസ് ഓർ പ്രോക്സിമിറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചില ഫ്രണ്ട്സിനെ ഒന്ന് കൂട്ടുപിടിക്കും, നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്. അത് ശരിക്കും യഥാർത്ഥമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പൊന്നും അല്ല, ഉള്ളിൽ തട്ടിയ ഫ്രണ്ട്ഷിപ്പൊന്നും അല്ല. അത് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് ഈ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാറ്റഗറിയിലെ ഫ്രണ്ട്ഷിപ്പ് അവർ സെയിം ക്ലാസ് ആയിരിക്കും, എന്ന് അവർ ഒരുമിച്ച് കാണും, ഒരുമിച്ചേ നടക്കൂ, ഒരുമിച്ചേ പോകൂ, ഒരുമിച്ചേ വരൂ. അങ്ങനെയുള്ള കുറേ കാറ്റഗറി ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഫോർ കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നമുക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്കൂളിലാണെങ്കിൽ കൂടെ നടക്കാൻ ഒരാൾ, ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി വാഷ് ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ അല്ലെ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ കൂടെ ഒരാൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫ്രണ്ട്ഷിപ്പ് ഫോർ പ്രോക്സിമിറ്റി ഓർ കൺവീനിയൻസ് എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ കാറ്റഗറി ഉണ്ട് ഫ്രണ്ട്ഷിപ്പിന്, ടോക്സിക് ഫ്രണ്ട്ഷിപ്പിന് 4ാമത്തെ കാറ്റഗറി. അത് മറ്റൊന്നുമല്ല, ഫ്രണ്ട്ഷിപ്പ് ഫോർ എനിമിറ്റി. ഇപ്പം നമുക്കൊരു കൂട്ടുകാരനോട് അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തിയോട് ഭയങ്കര ദേഷ്യമോ അസൂയോ കലിപ്പോ ഉണ്ടെന്ന് വിചാരിച്ചോ, നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന മറ്റേയാൾക്കും ഇതേ വ്യക്തിയോട്, നമുക്ക് ദേഷ്യമുള്ള അതേ വ്യക്തിയോട് നമ്മളെക്കാൾ കൂടുതൽ കലിപ്പുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റായിട്ട് നമ്മൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ആ ഒരു പ്രോക്സിമിറ്റി അവിടെ വരും, ആ ഒരു കാര്യം അവിടെ വരും. അപ്പം നേരെ പോയി നമ്മൾ അവരുമായിട്ടൊരു കൈ കൊടുക്കും, അവരുമായിട്ട് നമ്മൾ സംസാരിക്കും. അവസാനം നമ്മുടെ എനിമിക്ക് എതിരെ നിൽക്കാൻ നമ്മളൊരു കൂട്ടുപിടിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു. അതധികം ലോസ്റ്റ് ചെയ്തൊന്നുമില്ല, അധികം അങ്ങ് ലാസ്റ്റ് ചെയ്ത് പോകുന്നൊരു ഫ്രണ്ട്ഷിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുറച്ച് കാലത്തേക്ക് മാത്രമേ കാണുന്നുള്ളൂ. ഷോർട്ട് ഡ്യൂറേഷന് വേണ്ടിയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഫോർ എനിമിറ്റി. കൂട്ടുകാരനിട്ട് പണി കൊടുക്കാൻ നമ്മൾ വേറൊരു ഒരാളെ ഒരു കൂട്ട് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ള, നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്കിട്ട് പണി കൊടുക്കാൻ നമ്മുടെ കൂടെ ഉള്ള ഒരാളെ നമ്മൾ കൂടെ കൂട്ടുന്നു. ഫ്രണ്ട്ഷിപ്പ് ഫോർ എനിമിറ്റി. 4 കാറ്റഗറിയാണ് ഞാൻ ടോക്സിക് ഫ്രണ്ട്ഷിപ്പിൽ പറഞ്ഞത്. ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ഫോർ യൂസ്ഫുൾനെസ്, ഫ്രണ്ട്ഷിപ്പ് ഫോർ പ്ലഷർ, ഫ്രണ്ട്ഷിപ്പ് ഫോർ കൺവീനിയൻസ് ഓർ പ്രോക്സിമിറ്റി. ലാസ്റ്റ് ഞാൻ പറഞ്ഞ കാറ്റഗറി ഫ്രണ്ട്ഷിപ്പ് ഫോർ എനിമിറ്റി. ഈ 4 തരമുള്ള ഫ്രണ്ട്ഷിപ്പാണ് ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ വല്ലാണ്ട് അപകടത്തിൽ കൊണ്ട് ചാടിക്കത്തേ ഉള്ളൂ. ഇനി ഒരു റിലേഷൻഷിപ്പ് കൂടെ ഉണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടെ ഉണ്ട്, ദാറ്റ് ഇസ് ടോണിക് ഫ്രണ്ട്ഷിപ്പ്. ടോക്സിക്കും ടോണിക്കും ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ. ടോക്സിക്, ടോണിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മരുന്നെന്നൊക്കെയാണ് നമുക്ക് അതിനെ പറയാൻ പറ്റുന്നത്. ഈ കൊച്ചു പിള്ളേർക്ക് ടോണിക് കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ടോണിക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ലവ് ആയിരിക്കും ടോണിക് ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവുന്നത്. അവരൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, അവരും നമ്മളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല അവർ നമ്മളെ സ്നേഹിക്കുന്നതും നമ്മളെ കെയർ ചെയ്യുന്നതും. നമ്മളൊരു തെറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട് നമ്മളോട് പറയടാ അത് തെറ്റാണ്, അതിലേക്ക് പോകരുത് എന്ന് നമ്മളെ ശാസിക്കുന്നുണ്ടെങ്കിൽ അതാണ് ടോണിക് ഫ്രണ്ട്ഷിപ്പ്. നമ്മളൊരു തെറ്റിലേക്ക്, കുഴിയിലേക്ക് ചാടാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ നമ്മളോട് ദേഷ്യപ്പെടും, എടാ പോകരുത്, അത് നിനക്ക് ആപത്താണ്, നിൻ്റെ ഫ്യൂച്ചറിനെ ഇത് ബാധിക്കും എന്ന് ഒരു ഫ്രണ്ട് പറയുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അതാണ് നിങ്ങളുടെ യഥാർത്ഥ
യഥാർത്ഥ ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു തെറ്റിലേക്ക് പോകുമ്പോൾ കൂടെ വന്ന് നിങ്ങളുടെ തെറ്റിനെ പ്രോത്സാഹിക്കുന്ന ഒരാൾ പോലും നിങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരനായിരിക്കുകയില്ല. സോ ഏത് തരം ഫ്രണ്ട്സാണ് നിങ്ങൾക്കുള്ളത്, ഏത് തരം ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾക്കുള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞ ടോക്സിക് ആണോ, ഞാൻ പറഞ്ഞ ടോണിക് ഫ്രണ്ട്ഷിപ്പാണോ? അപ്പോൾ ടോണിക് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ലൈഫ് ബ്യൂട്ടിഫുൾ ആകും, സക്സസ്ഫുൾ ആകും, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരും. നമ്മളൊരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മുടെ ടോണിക് ഫ്രണ്ട്ഷിപ്പ് സഹായിക്കും. പക്ഷേ ടോക്സിക് ആണെങ്കിൽ ഒരിക്കലും ഒരു നല്ല അവസാനം അതിനുണ്ടാവത്തില്ല. അടിച്ച് പിരിയും, അല്ലെങ്കിൽ വലിയ ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലും ഒക്കെ ആയിരിക്കും നമ്മളെ കൊണ്ടത് എത്തിക്കുന്നത്. അപ്പോൾ ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് വേണോ, ടോണിക് ഫ്രണ്ട്ഷിപ്പ് വേണോ? ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആകട്ടെ, സക്സസ്ഫുൾ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. കീപ് ഗോയിങ്. ഗോഡ് ബ്ലസ് യു.